നമ്മളൊരു ECM വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് അയച്ചെടുത്തിട്ടുണ്ട്, അതേപോലെ മീറ്റർ നമുക്ക് പുറത്തേക്ക് അയച്ചെടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഒരു മൊഡ്യൂളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ സിമുലേറ്റർ കണക്ട് ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാനും കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കും. അതേപോലെ സ്കാനിംഗ് ടൂൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആക്ച്വേഷൻ ടെസ്റ്റും അതേപോലെ പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊരു പവർ സ്റ്റിയറിംഗിന്റെ ഫുൾ അസംബ്ലിയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ മൊഡ്യൂളായിട്ട് വരുന്നത്, കൺട്രോൾ മൊഡ്യൂൾ. ഇതാണ് ഇതിന്റെ മോട്ടോർ. ഇതിനകത്തായിട്ട് ഈ ഒരു കേസിനകത്തായിട്ടാണ് ഇതിന്റെ ടോർക്ക് സെൻസർ വന്നുള്ളത്. സ്റ്റിയറിംഗിന്റെ ആംഗിളും പൊസിഷനും അതേപോലെ ഡ്രൈവർ കൊടുക്കുന്ന ടോർക്കൊക്കെ സെൻസ് ചെയ്യാൻ വേണ്ടി ഒരു ടോർക്ക് സെൻസർ ഇതിനകത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു മൊഡ്യൂള്, പവർ സ്റ്റിയറിംഗിന്റെ മൊഡ്യൂള് ഒരു സിമുലേറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. പവർ സ്റ്റിയറിംഗിന്റെ സിമുലേറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ 12 വോൾട്ടേജ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, തിരിക്കുന്ന സമയത്ത് പവർ സ്റ്റിയറിംഗിന്റെ മോട്ടോർ കൃത്യമായിട്ട് വർക്ക് ആകുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സിമുലേറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് സിമുലേറ്ററുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ട്രെയിനിങ് സെക്ഷനിൽ നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചു തരുന്നുണ്ട്. ലൈവ് ട്രെയിനിങ് കൂടി ലൈവായിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് പഠിക്കാൻ സാധിക്കും.